ഗാനം പാടി വാഴ്ത്തിടുമേ മോദമോടെ ഞാൻ. നിൻ കരങ്ങൾ എൻ കടങ്ങൾ തീർത്തതാൽ. ഗാനം പാടി വാഴ്ത്തിടുമേ മോദമോടെ ഞാൻ. നിൻ കരങ്ങൾ എൻ കടങ്ങൾ തീർത്തതാൽ. വാനിൽ വേഗം വന്നിടും നിന്നന്തികെ ചേർപ്പാൻ. സ്തുതി മഹിമാകർത്താവിന്. വാനിൽ വേഗം വന്നിടും നിന്നന്തികെ ചേർപ്പാൻ. സ്തുതി മഹിമാകർത്താവിന്. ഇന്ന് സായാഹ്നം എല്ലാ മഹിമയും യേശു കർത്താവിന് നൽകുക. പല ഭയങ്ങൾ, സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലേ. ഞാൻ രാവിലെ ക്രമമായി വായിക്കുന്ന ഒരു ധ്യാന പുസ്തകമുണ്ട്, പഴയതാണ്. അതിനകത്ത് ലിറ്റിൽ റേച്ചൽ, 4 വയസ്സുള്ള റേച്ചൽ എന്ന പേരുള്ള ഒരു കൊച്ചു കുഞ്ഞ്, അവളുടെ അമ്മ ജോലിക്കായി ചില മാസങ്ങൾ ദൂരെ പോയി. അപ്പൊ അപ്പനെ ഉള്ളു കൂടെ. കുഞ്ഞിന് ഉറങ്ങാനൊക്കുന്നില്ല, കാരണം പാട്ടുപാടി കഥ പറഞ്ഞ് സാമീപ്യം നൽകി അമ്മയല്ലേ ഉറക്കിക്കൊണ്ടിരുന്നു. അമ്മ പോയി, ഇങ്ങനെ ഉറങ്ങും. കുഞ്ഞ് ഇടയ്ക്ക് അല്പം ഉറങ്ങിയാലും പിന്നെ ഞെട്ടി എഴുന്നേൽക്കുക. അപ്പൊ അപ്പൻ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന കട്ടിലൊരു ബങ്കർ കട്ടില്, എന്ന് വെച്ചാൽ താഴെ ഒരു കട്ടില്, പിന്നെ മറ്റൊരു നില. അപ്പോ അപ്പം പറഞ്ഞു, അതെ മോളെ, ഞാൻ നിന്നെ ഉറക്കാം. വൈകിട്ട് വേദപുസ്തകം വായിച്ച് പാട്ടുപാടി ചുംബനം കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ അവളെ കിടത്തിട്ട് പറഞ്ഞു, മോളെ, മുകളിലത്തെ കട്ടിൽ, ഈ നിലക്കട്ടിലിന്റെ നിന്റെ തൊട്ടു മുകളിലുള്ള ബങ്കർ കോട്ട്, മുകളിലത്തെ കട്ടിലിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കുഞ്ഞ് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ നന്നായി ഉറങ്ങിയല്ല മോളെ. അപ്പം പറഞ്ഞില്ലേ, യു പ്രോമിസ്ഡ് യുവർ പ്രസൻസ്. മുകളിൽ അപ്പൻ ഉണർന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞില്ലേ. യുവർ പ്രസൻസ് ഈസ് ജോയ്. അങ്ങുള്ളത്, അപ്പനുള്ളത് എനിക്ക് ആനന്ദമല്ല. ഞാനും നിങ്ങളും പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, തടസ്സങ്ങളില്ലാഞ്ഞിട്ടല്ല, മനസ്സിലാകാത്ത സംഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഒരപ്പൻ ഉണർന്നിരിക്കുന്നതിനാൽ, അവൻ മയങ്ങാതെ ഉറങ്ങാതെ ഇരിക്കുന്നതിനാൽ ഇന്ന് രാത്രികാലം കരങ്ങൾ ഉയർത്തി ഒന്ന് നന്ദി കരയറ്റിയാണ്. എന്റെ കർത്താവിന് തോൽക്കുക അസാധ്യമാണ്. അവന്റെ നാമത്തിൽ ഞാൻ ജയിക്കും. അതുകൊണ്ടല്ലേ 121 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ അത് കാണാതെ പഠിച്ചതിന്റെ അർത്ഥം ഉള്ളിൽ ആവർത്തിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. എന്റെ ഗമനവും ആഗമനവും സ്ഥിരമാക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. He will secure my going out and coming in. അത് നല്ലൊരു പരിഭാഷയാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഭദ്രതയും പരിപാലനവും നൽകുന്ന എന്റെ കർത്താവ്. എന്താ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ? ഗമനം, പുറത്തേക്ക് പോവുക. ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നു നിന്റെ ചുമതലകളിലേക്ക്. ടു യോർ റെസ്പോൺസിബിലിറ്റീസ്. യാത്ര, വ്യാപാരം, അഹോവൃത്തി, ആഹാര സമ്പാദനം. പുറത്തേക്ക് പോവുക നിങ്ങളുടെ ചുമതലകളിലേക്കാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയിരിക്കുന്നു, ചുമതലകളിലേക്കാണ്. അകത്തേക്ക് വരുന്നത് കമ്മിങ് ഇൻ ടു യോർ റിലേഷൻസ്, ബന്ധങ്ങളിലേക്കാണ്. ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ. അത് ചുരുക്കി പറഞ്ഞാൽ he will bless your responsibilities and relations. നിന്റെ ചുമതലകളെയും നിന്റെ ബന്ധങ്ങളെയും ഭദ്രമാക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ പാട്ടുകാരൻ പറഞ്ഞ പോലെ എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയിൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. അത് ക്രിസ്തുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ആമേൻ, സ്തോത്രം. അതിൽ നിന്ന് 2 ആമേൻ വാക്യങ്ങൾ മാത്രമാണ് അനുവദിച്ച സമയത്തിനുള്ളിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. യോവേൽ, അതായത് ഹോശേയ മുതൽ മലാഖി വരെയുള്ള 12, 1 ഡസൻ ചെറിയ പ്രവാചകന്മാരിൽ ക്രമത്തിൽ 2ാമത് നൽകിയിരിക്കുന്ന യോവേൽ പ്രവാചകന്റെ പുസ്തകം. ചെറിയ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇൻസിഗ്നിഫിക്കന്റ്, അത് പ്രാധാന്യമുള്ളത് അല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ബ്രിവിറ്റി, അത് ഹ്രസ്വമായി തന്നിരിക്കാം. ചെറിയ കുറച്ച് അധ്യായങ്ങൾ മാത്രം, പക്ഷെ പ്രധാനമാണല്ലോ.
അതിന്റെ ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ യോ അല്ലെങ്കിൽ യാ, ആ പകുതി യാഹ്വേ. ആമേൻ. യാഹ്വേ, കർത്താവ്, the covenant God. എൽ, ആമേൻ, ദൈവം, യോ എൽ. യാഹ്വേ is God, the Lord is God. ആമേൻ. കർത്താവിനെ കുറിച്ച് തന്നെയാണ്. അതിന്റെ പദാനുപദ അർത്ഥമല്ലെങ്കിൽ തന്നെയും കർത്താവ് എന്ന പദം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ വല്യപ്പച്ചനൊക്കെ ഓർക്കും. CSI സഭയിലെ ഒരു ഉപദേശിയും അധ്യാപകനുമായി. എൻ്റെ അമ്മയുടെ അപ്പൻ മർത്തോമാ സഭയിലെ ഒരു ഉപദേശിയാണ്. അവരുടെ എല്ലാം പഴയ ഡയറികൾ ദൈവകൃപയാൽ പലയിടങ്ങളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാം. അതിലെല്ലാം കർത്താവ് എന്ന പദം ശക്തമാണ്. അപ്പച്ചൻ എഴുതി വെച്ചിരിക്കുന്നു. ചെറിയ കൂട്ടമായിരുന്നു, പക്ഷേ 7 പേർ. റോമാലേഖനം 10:9 യേശു ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് സാക്ഷിക്കുകയും ചെയ്തു. കണ്ട, പഴയകാലം അങ്ങനെയാണ്. കർത്താവ്, എന്താ കർത്താവ്? അവര് പറഞ്ഞ ഒരു ശൈലിയുണ്ട്. 3 കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഒന്ന്, യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുമ്പോൾ, ഒന്ന്, അവൻ സൃഷ്ടികർത്താവ്. He is our creator. അടിസ്ഥാന ശില്പിയായി സൃഷ്ടിയിലുണ്ടായിരുന്നു. ആമേൻ. സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ മേക്കർ ക്യാൻ റിപ്പയർ. സൃഷ്ടിച്ചവന് സൃഷ്ടിയുടെ കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സൗഖ്യദായകൻ എന്ന ആമേൻ ആ ഒരു ചിന്ത കൂടെ അവൻ സൃഷ്ടികർത്താവ്. 2, ആമേൻ, അവൻ കർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ആമേൻ. അവൻ ഭരണകർത്താവ്. ഇരുട്ടിന്റെ ഭരണം എന്നിൽ വന്നിട്ടുണ്ടോ? ശീലങ്ങളാൽ, എന്റെ തീരുമാനങ്ങളാൽ, എന്റെ ബന്ധങ്ങളാൽ. അവൻ ഭരണകർത്താവാണ്. അവൻ സൃഷ്ടികർത്താവ്, അവൻ ഭരണകർത്താവ്. He is our creator, he is our ruler. പക്ഷെ മൂന്നാമത്തേത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പഴമക്കാർ പറഞ്ഞു തന്നത്, അവൻ എന്റെ പരിഷ്കർത്താവ്. ഇന്ന് വചനം തുറക്കുന്നത് അതിനു വേണ്ടിയാണ്. ആമേൻ. He will reform me, he will refine me. അവൻ എന്നെ ശുദ്ധീകരിക്കുകയും എന്നെ പരിഷ്കരിക്കുകയും ചെയ്യും. എന്റെ ജീവിതചര്യയെ, എന്റെ മുൻഗണനകളെ. ആമേൻ, സ്തോത്രം. അവൻ എന്റെ പരിഷ്കർത്താവ്. ഹല്ലേലൂയ. എന്താ പരിഷ്കർത്താവ് എന്നോട് ഞാനത് വിശദീകരിക്കാം. വചനധ്യാനത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പറയും. ആമേൻ. ഇത് 3 നമുക്കുണ്ട്. ഒന്ന്, ദൈവം. 2, മനുഷ്യൻ. 3, വസ്തുക്കൾ. പറയുമ്പോൾ മനസ്സിലാവും. മലയാളത്തിൽ പറയുമ്പോൾ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ 1, ദൈവം. 2, മനുഷ്യൻ. 3, വസ്തുക്കൾ, വസ്തുവകകൾ. ആമേൻ. ദൈവം, മനുഷ്യ ബന്ധങ്ങൾ നമുക്കുണ്ട്. ചുറ്റുപാടുള്ള മനുഷ്യൻ. വസ്തുവകകൾ എന്ന് പറഞ്ഞാൽ വസ്തുവകൾ, അത് പണം, അത് വാഹനം, അത് പുരയിടം, അത് ജോലിയുടെ കാര്യങ്ങൾ ഒക്കെയാണ്. ദൈവം. ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവമായിട്ടുള്ള ബന്ധം. ദൈവത്തെ ആരാധിക്കണം. ഹയർ ലെവൽ ഓഫ് ലവ്. ദൈവത്തെ ആരാധിക്കണം. മനുഷ്യനെ സ്നേഹിക്കണം. വസ്തുവകളെ ഉപയോഗിക്കണം. നന്ദി. ഇത് മനസ്സിലായാൽ എന്താണ് ജീവിത ക്രമീകരണം എന്ന് മനസ്സിലാവും. ദൈവത്തെ ആരാധിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, വസ്തുവകകൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ ഉപയോഗിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, വസ്തുവകകളെ സ്നേഹിക്കരുത്, ദൈവത്തെ ഉപയോഗിക്കരുത്. ഇത് തിരിഞ്ഞു പോകരുത്. ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ സ്നേഹിക്കണം, വസ്തുവകളെ ഉപയോഗിക്കണം. ഇവിടെ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, തെറ്റായ സ്വാധീനം, കർത്താവേ നീ പരിഷ്കർത്താവാണ്. മണ്ണുകൊണ്ടുള്ള ഒരു ഹ്രസ്വ ശരീരവാസം തന്ന അവിടുത്തെ കൃപയ്ക്ക് മുൻപിൽ ജീവിത ക്രമീകരണങ്ങൾ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഈ പുസ്തകത്തിൽ നിന്ന് ചിലര് എസ്കറ്റോളജി, വരുംകാല ശാസ്ത്രമൊക്കെ, അതായത് യേശു ക്രിസ്തു വന്നതിന് ശേഷം ഈ ഭൂമിയിൽ വരുന്ന കഷ്ടങ്ങളെയൊക്കെ വർണ്ണിക്കാൻ. കാരണം ഈ പുസ്തകത്തിൽ 5 പ്രാവശ്യം യഹോവയുടെ ദിവസം, the day of the Lord എന്ന പദമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. ലളിതമായ 2 ലൈഫ് പ്രിൻസിപ്പിൾസ് മാത്രം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഈ പുസ്തകത്തിൽ ഒരു വെട്ടുക്കിളിയുടെ ആക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശരിയാണ്.
യോവേൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ നോക്കി പറയുമ്പോൾ നോട്ടം ഈ അടുത്ത് വന്ന ആ ഒരു സംഭവം, ആ ഒരു നാഷണൽ ഡിസാസ്റ്റർ, ദേശീയ ആ ഒരു ദുരന്തം മാത്രമല്ല. ഉദാഹരണം പറയാം, പഴയ കാലത്തെ കണ്ണാടികൾ കണ്ടിട്ടുണ്ടോ? അതിനകത്തൊരു വര കാണില്ലയോ, ബൈഫോക്കൽസ്. താഴോട്ട് നോക്കണേ വരയുടെ കീഴെ, മേളിലോട്ട് നോക്കണേ മേളിലോട്ട് ആ വരയ്ക്ക് മേളിലല്ലേ. ഇപ്പോൾ ഉള്ളത് പ്രോഗ്രസീവ് ലെൻസുകളാണ്. അങ്ങോട്ട് നോക്കണേലും ഇങ്ങോട്ട് നോക്കണേലും ഒക്കെ അതിനൊരു ക്രമീകരണമുണ്ട്. യോവേൽ പ്രവാചകൻ ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച്, വെട്ടുക്കിളിയുടെ ആക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ അന്ന് നടന്ന സമൂലമായ കൃഷിനാശത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെയും 722 BC കായികാഭ്യാസികൾ നിറഞ്ഞ, ആയുധങ്ങൾ നിറഞ്ഞ അസീറിയൻ, അശൂർ പട വരും എന്നുകൂടെ പറയുന്നു. അതിനപ്പുറത്ത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ അതിന്റെ സ്തോത്രം, ആമേൻ, 9-ാം അധ്യായം 3ഉം 9ഉം ഒക്കെ ചേർത്ത് വായിക്കണം, വിശദീകരിക്കുന്നില്ല. ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിന്റെ കൊടുമയിൽ ജൈവായുധങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ആമേൻ, അതിന് തക്കവണ്ണമുള്ള വേഷം ധരിച്ച ആളുകളെയായിരിക്കും ദർശനത്തിൽ കണ്ടത്. കർത്താവിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം പുകയിൽ നിന്ന് വെട്ടുക്കിളി കയറി വരുന്നു. 9-3, 9-9 ഇരുമ്പ് കവചവും പടക്കോടുന്ന കുതിരത്തേരിന്റെ ഒച്ചയും ഇതെല്ലാം അങ്ങ് മറന്നേ. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, സ്തോത്രം. എന്നാൽ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നാം ഒരുങ്ങുന്നത് കർത്താവിന്റെ വരവിലേക്കാണ്. അവൻ സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു. അവൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ അവരിയ്ക്കുന്നിടത്ത് നമ്മളും ഇരിക്കേണ്ടതിന് വന്ന് നമ്മളെ ചേർക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ, ആമേൻ, ഒരു പ്രധാന ക്രമീകരണം ഞാൻ വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ആമേൻ. The legacy of salvation messengers, രക്ഷാ സന്ദേശവാഹകരുടെ പൈതൃകത്തെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്ദേശം പറയുന്നതിനെ കുറിച്ചല്ല, ഒരു സംഭവം പറയുന്നതിനെ കുറിച്ച്. പക്ഷെ ഞാൻ സുവിശേഷവുമായി ബന്ധിപ്പിക്കാം. 1-3, ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും, 1-3, അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. നിങ്ങൾക്ക് പലർക്കും ഈ പൈതൃകം അവകാശപ്പെടാനുണ്ട്. വല്യപ്പച്ചന്മാർ വേദപുസ്തക കഥ പറഞ്ഞു തന്നു, തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, പാട്ട് പഠിപ്പിച്ചു. അതാണ് ഒരു ഭക്തൻ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾവേസ് one generation away from this, extinction. Christianity is always one generation away from extinction. ഏത് സഭാ വിഭാഗമാകട്ടെ, ഒരു തലമുറ ദൂരമേ ഉള്ളൂ സർവനാശത്തിൽ നിന്നും. ഇത് കൈമാറി 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 പോകേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ തലമുറകളോട് ഏക രക്ഷാമാർഗമായ യേശുക്രിസ്തുവിനെ കുറിച്ചും ആ വചന സാക്ഷ്യത്തെ കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചും പറഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ മാസകാലത്തിലെ ഏറ്റവും വലിയ അവിശ്വസ്തതയായിരിക്കും. നിങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ സാധ്യത അല്ല. ഞാൻ പറഞ്ഞില്ലേ എന്തോ സംഭവിക്കാൻ. 24 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ, ഛത്തീസ്ഗഡിലേക്ക് പോകുമ്പോൾ, എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ഡോക്ടർ ജൂലിയസ് ഹിക്കേഴ്സൺ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. ജൂലിയസ് ഹിക്കേഴ്സൺ, ഡോക്ടർ ജൂലിയസ് ഹിക്കേഴ്സൺ. അദ്ദേഹം അമേരിക്കയിലെ ഉന്നത അക്കാദമിക നിലവാരത്തിൽ പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടർ. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ സാധ്യത, ഹിസ് ബ്രില്യൻസ് വാസ് പ്രൂവൺ. ഇത്ര നല്ല മിടുക്കുള്ള ഒരു ഡോക്ടർ. പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ കൊളംബിയ എന്ന രാജ്യത്തിൽ സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് ഭാരമുണ്ടായപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, വാട്ട് എ വേസ്റ്റ്. താൻ അവിടെ സുവിശേഷം പറയാൻ സ്പാനിഷ് കലർന്ന ഭാഷ വശമില്ലാതെ വന്നപ്പോൾ ഡോക്ടർ ഹിക്കേഴ്സൺ, ജൂലിയസ് ഹിക്കേഴ്സൺ, A4 സൈസ് പേപ്പർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വലിയ പേപ്പറിൽ 100 കടലാസ് ചേർത്ത് വെച്ച് 3 ബുക്കുകൾ ബൈൻഡ് ചെയ്തു.
അതിൽ വലിയ അക്ഷരത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതി. ആ ഭാഷയിൽ യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, അവൻ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ട സമ്പൂർണ്ണ ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം. ഇൻ ബോൾഡ് ലെറ്റേഴ്സ്, ഹോളി നഗറ്റ്സ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്, വലിയ അക്ഷരത്തിൽ ഒരു കടലാസിൽ ഒരു വാക്യം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കണം. കർത്താവ് എന്നാൽ എന്നെ ഭരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധു. ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. അങ്ങനെ 300 കടലാസ്. ഹല്ലേലൂയ. ഇത് വായിച്ചും കാണാതെ പഠിച്ചും അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ചികിത്സിക്കാൻ മെഡിക്കൽ യൂണിറ്റിൽ സൗജന്യമായി വരുന്നവരോട് ഹിക്കേഴ്സൺ, ഡോക്ടർ ഹിക്കേഴ്സൺ പറഞ്ഞു, ഈ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കുമ്പോഴാണ്. ആമേൻ. വിശ്വാസ ജീവിതം ഒറ്റയ്ക്ക് നടക്കുകയല്ല. യേശു ക്രിസ്തു തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരും. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഈ വ്യക്തി അകത്തിരിക്കുന്നത് നാം തിരിച്ചറിയും. We will recognize that person inside. ഇങ്ങനെ എഴുതി 300 കടലാസ്. പിന്നീട് മറ്റൊരിടത്തേക്ക് ഒരു ചെറു വിമാനത്തിൽ ജൂലിയസ് ഇക്കേഴ്സൺ, ഡോക്ടർ ജൂലിയസ് ഇക്കേഴ്സൺ യാത്ര ചെയ്യവേ വിമാനാപകടം ഉണ്ടായി. 2 വർഷം മാത്രമേ വേല ചെയ്തു. ആളുകൾ പറഞ്ഞു, കണ്ടോ, അമേരിക്കയിൽ ജോലി ചെയ്ത് പിന്തുണയ്ക്കുള്ള പൈസ കൊളംബിയയിലേക്ക് അയച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ. കണ്ടില്ലേ ദുരന്തം. 2 വർഷം. 6 വർഷങ്ങൾക്ക് ശേഷം ബ്രാങ്ക്വില എന്ന സ്ഥലത്ത് മറ്റൊരു മിഷണറി യൂണിറ്റ് അമേരിക്കയിൽ നിന്നും ചെന്നപ്പോ അവിടെ 100 കണക്കിന് ആളുകൾ ആരാധിക്കുന്ന 3 കൂട്ടങ്ങൾ. അന്വേഷിച്ചപ്പോ അതിലെ പ്രധാനികൾ പറയാ, we have got 3 books from heaven. ഉയരത്തിൽ നിന്ന് വീണ 3 പുസ്തകങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അതിലുള്ള ഏക ദൈവമായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞ സുവിശേഷത്തിന്റെ സാധ്യത നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുൻ തലമുറ പറഞ്ഞ് പങ്കുവെച്ച സുവിശേഷത്തിന്റെ അനുഗ്രഹവും കൃപയുമാണ് നിങ്ങളുടെ ഭവനങ്ങളിലും വഴികളിലും പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ബന്ധങ്ങളിലും ചുമതലകളിലും വ്യാപരിച്ചതെന്നറിയും. ഹല്ലേലൂയ, സ്തോത്രം. അത് വലിയ ദൈവശാസ്ത്ര പദപ്രയോഗങ്ങളൊന്നും വേണ്ട. അതാണ് വെളിം പ്രദേശത്ത് അപകടമുള്ള മൃഗങ്ങളുടെ മധ്യയൊക്കെ അന്തി ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഇടയന്മാരുടെ കുടുംബത്തിൽ അപ്പൻ മകനോട് പറഞ്ഞു, മോനെ, ഉയരത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കണ്ടു. അത് നക്ഷത്രങ്ങൾ മാത്രമല്ല, God is peeping through the keyholes of heaven. അടഞ്ഞ ഒരു മുറിയിൽ വെളിച്ചമുണ്ടെങ്കിൽ ആ മുറിയിലെ താക്കോൽ ദ്വാരത്തിലേക്ക്, പുറത്തെ ഇരുട്ടിലേക്ക് പ്രകാശരശ്മികൾ വരുന്നത് പോലെ തേജസ്സുള്ള ഇടമായ സ്വർഗത്തിൽ നിന്നും ആമേൻ താക്കോൽ ദ്വാരങ്ങൾ തിളങ്ങുന്നു. അതിലൂടെ ദൈവം നിരാലംബരായ, ദുർബലരായ, ആരുമില്ലാത്ത നമ്മെ നോക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തലമുറകളോട് സുവിശേഷം പറയുകയും അവരെ കൊണ്ട് പറയിപ്പിക്കുകയും യേശുക്രിസ്തു എന്ന ഏക രക്ഷാമാർഗത്തെ അവർ ഉയർത്തുന്നു. അത് കണ്ട് അവരോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മുടെ സഭകൾ മടങ്ങി വന്നില്ലെങ്കിൽ ഒരു തലമുറ ദൂരം മാത്രമേ ഉള്ളൂ. ആമേൻ, സർവനാശത്തിന്. ഹല്ലേലൂയ. അതാണ് മറ്റനേക ദൈവശാസ്ത്രങ്ങൾ പ്രചാരത്തിലല്ലയോ. സോഷ്യൽ ഇന്റർവെൻഷൻ തിയോളജി, സാമൂഹികമായി രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടണം. അതാണ് മണിപ്പൂരിലൊക്കെ സംഭവിച്ചത്. ആമേൻ, മൈറ്റേകൾക്ക് ആനുകൂല്യം കിട്ടിയപ്പോൾ, ആമേൻ, കുക്കികൾ അത് ഇടപെട്ടപ്പോൾ കിട്ടിയതാണ്. ഹല്ലേലൂയ. മുട്ടിന്മേൽ നിൽക്കാൻ മറന്നുപോയി. തലമുറകളോട് ചേർന്ന് സുവിശേഷം പറയാൻ മറന്നുപോയി നിങ്ങളുടെ തലമുറ. അതാണ് ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:21 അതൊരു വാഗ്ദത്തം കൂടെയല്ലേ. നിന്റെ മേലുള്ള ആത്മാവും നിന്റെ ഉള്ളിൽ തന്ന വചനവും. 59:21 യെശയ്യാവ്, നിന്നിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകരുത്. ഒരു പാരഫ്രൈസ് പരിഭാഷ എങ്ങനെ വായിക്കുന്നത്? സ്പിരിറ്റ് ദാറ്റ് കൺട്രോൾസ് യു and the gospel that is articulated through you. നിന്റെ അധരത്തിലൂടെ പറഞ്ഞ സുവിശേഷവും തലമുറയായി കൈമാറ്റം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ തലക്കെട്ടിലേക്ക് വരിക. ഇത് ഇച്ചിരി വിശദീകരിച്ച് പറയും.
ആമേൻ. അടുത്തിടയ്ക്ക് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു യൂസേജ്, ഒരു പദപ്രയോഗം എന്നെ സ്വാധീനിച്ചു. ഗ്രേസ് അക്കൗണ്ട്സ്, കൃപയുടെ ഒരു കണക്ക് പുസ്തകമുണ്ട്. ഗ്രേസ് അക്കൗണ്ട്സ്, കൃപയുടെ ഒരു കണക്ക് പുസ്തകം. അതൊന്ന് പരിശോധിക്കണം. കർത്താവിനെ യേശുവിനെ ഭരണകർത്താവായി സ്വീകരിക്കുമ്പോൾ അതിനുശേഷം മുൻതലമുറയിൽ നഷ്ടപ്പെട്ടതെന്ത്, നേടിയതെന്ത്, ചെലവായി പോയതെന്ത്, അവൻ തിരിച്ചു തന്നതെന്ത്. ആമേൻ. തിരിച്ചടികൾ, രോഗങ്ങൾ, വേർപാടുകൾ, ഇതൊക്കെ ഒരു വശത്ത്. മറുഭാഗത്ത് പരിഹാരം ചെയ്യുന്ന കർത്താവ്. He will repay, He will restore. ഞാൻ ആ വാക്യങ്ങളെ വായിക്കും. സ്തോത്രം. 1-ാം അധ്യായം. പലർക്കും കാണാതെ അറിയാവുന്ന വാക്യം. അല്ല, പ്രാർത്ഥനയ്ക്കിടയിലൊക്കെ നമ്മൾ കേട്ടിക്കൊടുക്കുക. കർത്താവേ, പച്ചപ്പുഴുവും തുള്ളനും വീട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ നീ പകരം തരും. അത് തന്നെയാണ് 1:4. ആമേൻ. വിവിധ നിലവാരത്തിലുള്ള നഷ്ടങ്ങൾ ഒന്നടുക്കി തന്നിരിക്കുകയാണ്. ആമേൻ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു. 1:4. വെട്ടുകിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇംഗ്ലീഷിൽ അത് വെട്ടുക്കിളിയുടെ വിവിധ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളായിട്ട് എഴുതിയിരിക്കുന്ന കട്ടിംഗ് ലോക്കസ്റ്റ്, സ്വാമിംഗ് ലോക്കസ്റ്റ്, ഹോപ്പിംഗ് ലോക്കസ്റ്റ്, കാറ്റർപില്ലർ ലോക്കസ്റ്റ്. അതെന്തുമാണ് എങ്കിലും പഴയ അപ്പച്ചന്മാർ ഇതിന് തന്നൊരു വിശദീകരണമുണ്ട്. ഈ തുള്ളൻ തളിരല മാത്രം തിന്നും. അത് ശരി ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞ് ഞാൻ കടമെടുക്കുക. തുള്ളൻ തളിരല മാത്രം തിന്നും. വെട്ടുക്കിളി ഇല മുഴുവൻ തിന്നും. വെട്ടിലാണെങ്കിൽ ഈ ചെടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് അതിന്റെ കാഷ്ടവും ആസിഡിക് നേച്ചറുള്ള അതിന്റെ അവശിഷ്ടങ്ങളും നിമിത്തം അത് ദ്രവിപ്പിച്ചു കളയും. പച്ചപ്പുഴു വന്ന് വേര് മുതൽ മണ്ട മുതൽ വരെ മൊത്തം അങ്ങ് തുരക്കുക. സർവനാശം. ചിലർക്ക് ജീവിതത്തിൽ ചെറിയ നഷ്ടം, വലിയ നഷ്ടം, നികത്താനാവാത്ത നഷ്ടം, സമ്പൂർണ്ണ നഷ്ടം, ഏത് മാറ്റം. 2-ാം അധ്യായം 25 കൂടെ ഉണ്ട് അതിന്റെ കൂടെ. 1:4 തന്നെ അല്ലല്ലോ, 2:25 കൂടെ അവിടെ എഴുതിയിട്ടില്ലേ? വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിനക്ക് പകരം തരും. ഐ വിൽ റിസ്റ്റോർ, ഐ വിൽ റിപ്പയർ, ഐ വിൽ റീപേ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ചില സൗഖ്യങ്ങൾ, ചില പരിഹാരങ്ങൾ പരിശോധിച്ചാലൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു നുണ പറയാൻ നമുക്ക് അനുമതിയുണ്ട്. അത് ഈ പുസ്തകത്തിലാണ്. 3:10. ചിലര് മെഡിക്കൽ റിപ്പോർട്ട് എടുത്താൽ അത് ശരിയായില്ല, തൈറോയിഡ് ശരിയായില്ല, വൈറ്റമിൻ ഡി ശരിയായില്ല, ആമേൻ, ഷുഗർ ശരിയായില്ല, ഒന്നും ശരിയായില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്യം, സായിപ്പ് അത് പാടുക. Let the weak say that I am strong. 3:10 ഒടുവിൽ മലയാളത്തിൽ ഇങ്ങനെയാണ്: ദുർബലൻ തന്നെ തന്നെ വീരനായി മതിക്കട്ടെ. എനിക്ക് ചുമതലകളുണ്ട്, മാനുഷികമായി എനിക്ക് ക്ഷീണങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ കൃപയാൽ ഇന്നത്തെ ചുമതലകൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഞാൻ I will accomplish by His grace. ഞാൻ ചുമതലകൾ പൂർത്തീകരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞാൻ ഇതിന് കുറെ വാക്യങ്ങൾ എടുത്ത് ആദ്യം വിശദീകരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തമ്പുരാൻ നൽകുന്ന ചില നടത്തിപ്പുകളുണ്ടല്ലോ. ബോംബെയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ജീവചരിത്രം എന്ന് വെച്ചാൽ 3 കടലാസേ ഉള്ളത് എഴുതിയിരിക്കുന്നു അയച്ചത്. മണിമലയാറ്റിന്റെ തീരത്ത് 1950കളിൽ പാർത്ത ഒരു മനുഷ്യനെ കുറിച്ച്. എഞ്ചിനീയർ M. മത്തായി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം. പക്ഷെ അതിന്റെ തലക്കെട്ട് കണ്ടാൽ വായിക്കാൻ തോന്നുന്നില്ല. അതാണ് നല്ല ചില സാക്ഷ്യങ്ങളും ലേഖനങ്ങളും അതിന്റെ തലക്കെട്ടെ കൊണ്ട് നശിപ്പിച്ചു കളയും. അതിന്റെ തലക്കെട്ട് ഫ്രം ടൈപ്പ്റൈറ്റർ ടു ഷുൾസർ. എല്ലാം മനസ്സിലായോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. ടൈപ്പ്റൈറ്റർ എന്ന് മനസ്സിലായി. ഷുൾസർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലുള്ള വലിയൊരു ഡീസൽ എഞ്ചിൻ നിർമ്മാതാക്കളാണ്, അന്താരാഷ്ട്ര പ്രസിദ്ധിയുള്ള. സംഭവം ഇതാണ്: 50കളിൽ M. മത്തായി, അദ്ദേഹം അമ്മ മരിച്ചുപോയി. അപ്പൻ 2ാമത് വിവാഹം കഴിച്ചു. 2ാം അമ്മ വലിയ പൈശാചിക സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്.
പട്ടിണിക്കിടും. അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ പിടിച്ചുകൊണ്ട് വരുന്ന ആറ്റിലെയും തോട്ടിലെയും മീനിന്റെ തലയും പാലും കൊടുത്തിട്ട് ബാക്കിയെല്ലാം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ആറും പട്ടിണി എല്ലൊക്കെ തെളിഞ്ഞു വന്നു. മറ്റുള്ളവരുടെ കന്നുകാലിയെ ആടിനെയും കൊണ്ട് പൊന്തമ്പുഴ വനം വഴിയൊക്കെ നടക്കും. ഒരിക്കൽ പട്ടിണി സഹിക്കാൻ വയ്യാതെ ആമേ കർത്താവിനെ അറിയാം, പാടും, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കും. അറും പട്ടിണി വന്നാൽ നിലവിളിക്കുമല്ലോ കൊച്ചു കുഞ്ഞാൻ. അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു 14 വയസ്സൊക്കെ കഴിഞ്ഞ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മറുപടി എന്ന വണ്ണം ഒരു കാക്ക അവിടെ വന്നിരുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുക കാക്ക വന്നിരുന്നു. കാക്കയുടെ കാലിൽ പഴുത്ത ചക്കയും പച്ച ചക്കയുടെ കുറച്ച് അരക്കും തിളങ്ങും. അത് കൊത്തിയും മാന്തിയും ഇത് താഴെയിട്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അതിനകത്തൊരു ബ്ലേഡ് ഉണ്ട്. അക്കാലത്ത് 50-കൾ ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാനില്ലാത്ത ബ്ലേഡിൽ എഴുതിയിട്ടുണ്ട് പഴയ ഒരു ബ്ലേഡിന്റെ പേര്. അതിന്റെ പേര് വായിച്ചെടുക്കാം, അശോക. 2-3 ദിവസം ഈ ചെറുക്കൻ ഈ അശോക ബ്ലേഡ് സൂക്ഷിച്ചു വെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോ മരിച്ചുപോയ തന്റെ പെറ്റമ്മയുടെ ഒരു കസിൻ ബ്രദർ കൽക്കട്ടയിൽ വന്നിട്ട് ഇവന്റെ പടുതി കണ്ടിട്ട്, മോൻ എന്റെ കൂടെ പോരെ, പട്ടിണി കിടന്ന് ചാകണ്ട. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർത്ത് എന്റെ പ്രാഥമിക പഠനത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സ്വാധീനമുള്ള മനുഷ്യൻ, വലിയ സ്റ്റാൻഡേർഡ് ഉള്ള പിള്ളേർ പഠിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റെമിംഗ്ടന്റെ ടൈപ്പ് റൈറ്റർ ഒക്കെയാണ് പുള്ളി ആദ്യം അണ്ടർവുഡ് ആൻഡ് റെമിംഗ്ടൺ ഒക്കെ കൂടിയ ടൈപ്പ് റൈറ്റർ ഒക്കെ പഠിച്ചു. കുറച്ച് വർഷങ്ങളോട് കഴിഞ്ഞപ്പോ ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ചു. മാത്രമല്ല അവൻ ഇടവേളകൾ കിട്ടുമ്പോൾ ഒറ്റ കടലാസ് പാഴുപോകാൻ സമ്മതിക്കുകയില്ല. അവനൊരു ഇംഗ്ലീഷ് വേദപുസ്തകം കിട്ടി. ഒരു സെൻ, മിസ്റ്റർ സെൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ഇംഗ്ലീഷ് വേദപുസ്തകം കൊടുത്തു. അതിനകത്തെല്ലാം ടൈപ്പ് ചെയ്ത് കിട്ടും. പിന്നെ അതിന്റെ ഉന്നതാധികാരികൾ ഇന്നത്തെ പോലെ CCTV ഒന്നുമില്ല, ഇവനെ നോക്കുന്നുണ്ട്. പുകവലിക്കാനും മുറുക്കാനും ഒക്കെ ആളുകൾ അറിഞ്ഞ് പോകും. ഇവ പ്രാർത്ഥിക്കുന്നകത്തുനിന്ന്. അപ്പൊ അതിലെ ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ, പണക്കാരൻ, അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മകനേ ഉള്ളൂ, അവനെ സിംഗപ്പൂരിൽ മെറ്റലർജി, ലോക സംബന്ധമായ ഒരു വിഷയം പഠിപ്പിക്കാൻ അയക്കുമ്പോൾ അവന് കൂട്ടായിട്ട് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ ഒരുത്തം വേണം, നിനക്ക് പോകാമോ? അങ്ങനെ പോയി. മുതലാളിയുടെ മോൻ അധികം പഠിച്ചില്ല, ഇവൻ പഠിച്ചു. ഒരു ചെറിയ കമ്പനി കയറി. അവിടുന്ന് ജർമ്മനിയിലേക്ക് പോയി. സ്തോത്രം. ഡീസൽ കമ്പനി നിർമ്മാതാക്കളായ ഷുൾസറിൽ തൽക്കാലം കയറി, പിന്നെ സ്ഥിരം കയറി, പിന്നെ പടിപടിയായി കയറി. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഞാന് ഈ യോവേൽ 2-ാം അധ്യായത്തിലെ 26-ഉം 27-ഉം ഒന്ന് വായിക്കുക. 2:26-27 അതിന്റെ ഒടുവിലത്തെ വാക്യം. 2 വാക്യത്തിൽ 2-ാം അധ്യായം 26-27 2 വാക്യവും തീരുന്നത് ഒരുപോലെയാണ്. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയും, My people shall never be ashamed. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്റെ നാമത്തിൽ കരങ്ങളെ മലർത്തുന്നവരെ, ജീവിത വഴികളിൽ അത്ഭുതകരമായ തുറന്ന വാതിലുകൾ നൽകി മാനിച്ച് അത്ഭുതമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒത്തിരി വേദന നൽകിയ കേരളത്തിലേക്കും പത്തനംതിട്ട ജില്ലയിലേക്കും അദ്ദേഹം മടങ്ങി വരാതെ അങ്ങനെ തലമുറ അന്യരാജ്യത്തിൽ തന്റെ സഹോദരന്റെ മകനാണ് ഫ്രം ടൈപ്പ് റൈറ്റർ ടു ഷുൾസർ എന്ന് അപ്പന്റെ ജ്യേഷ്ഠനെ കുറിച്ച് എഴുതിയത്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഒരു നാളും കൈവിടുന്ന തമ്പുരാനല്ല. പക്ഷെ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം, നാം പകരേണ്ടത് നാം പകരണം. ഹല്ലേലൂയ. തലമുറകളെ നിത്യനാശത്തിലേക്ക് തള്ളിവിടാതെ തലമുറയായി സുവിശേഷം ഏകരക്ഷാമാർഗമായി യേശു ക്രിസ്തുവിനെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ സ്തോത്രം ഭാഗത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് തലമുറയായി സുവിശേഷം. 2 പരിഹാരകൻ. സ്തോത്രം. പരിഹാരകൻ എന്ന വിഷയം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്തോത്രം. ഈ എന്നെ സ്വാധീനിച്ച ചില റെബിയാനിക് സ്റ്റോറീസ് ഉണ്ട്. റബിമാർ തലമുറയായി പറഞ്ഞ ചില കഥകൾ. വേദപുസ്തക പരിഭാഷയിലുള്ള എന്റെ ചില സുഹൃത്തുക്കൾ ഈ റെബിയാനിക് സ്റ്റോറീസ് ചിലത് എനിക്ക് അയച്ചത്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതിനകത്തെല്ലാം ഇത് വചനത്തിലുള്ളതല്ല, പക്ഷെ വചനവിരുദ്ധമല്ല. ഞാൻ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു കഥ വായിച്ചു. അതിന്റെ അടിസ്ഥാനം സംഖ്യ 11 സംഖ്യ 11
മോശയുടെ മുമ്പിൽ ജനം കുറുകുറുക്കുകയാണ്, ഈ മന്ന അതെന്നാ? അപ്പൊ ദൈവം പറഞ്ഞു 11-ാം അധ്യായത്തിൽ അതിന്റെ 19-ാം വാക്യത്തിൽ 1 മാസം ഞാൻ ഇറച്ചി തരാം. അപ്പൊ അതിന് 22-ാം വാക്യത്തിൽ മോശ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇറച്ചി തരും? ആട്, മാട്, മീൻ, ഇത് മൂന്നും എത്ര കിലോ വെച്ച് വെട്ടിക്കൂട്ടും? അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. 11:31, അതാണ് ആ കഥയുടെ അടിസ്ഥാനം. കടലിൽ നിന്ന് കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. 11:31. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആമേൻ നാമിയ ജെറമി എന്ന കർത്താവിനെ സ്വീകരിച്ച ഒരു യഹൂദ വംശാവലിയില് ഒരുവൻ പറഞ്ഞു തന്നിരിക്കുകയാണ്, യഹൂദന്മാർ ഇങ്ങനെ വിശ്വസിച്ചിരുന്നത്രേ, കാടയെ കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ജീവിയുടെ വംശനാശം യഹോവ വരുത്തിയത്രേ. ഇത് വേദപുസ്തകത്തിലുള്ളതല്ല, അവര് തലമുറയെ പറയുന്ന ഒരു റേബിയാനിക് സ്റ്റോറി, കഥയായിട്ട് എടുത്താൽ മതി. അവര് അതിന്റെ അടിസ്ഥാനമായിട്ട് എടുത്തൊരു വാക്യമുണ്ട്. 74-ാം സങ്കീർത്തനം അതിന് 14-ാം വാക്യം. ആമേൻ. ലിവ്യാഥാന്റെ തലയെ തകർത്ത് മരുഭൂമി നിവാസികൾക്ക് ആഹാരമായി കൊടുത്തു. 74-14. ഇങ്ങനാണെന്നും വചനത്തിലില്ല, അവർ വിശ്വസിക്കുന്നതാണ്, അവർ കഥ പറയുന്ന കൂടെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിനെ സ്പർശിച്ചു 1-2 കാര്യങ്ങൾ. ലിവ്യാഥാൻ എന്തുവാന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീ തുപ്പുന്ന ഡ്രാഗൺ എന്നൊക്കെ നെറ്റിൽ കാണും. പക്ഷെ റബിമാര് വിശ്വസിച്ചിരുന്നു അത് ഇറ്റ് ഈസ് എ ഹ്യൂജ് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ. ഈ മുതലയുടെ ഒക്കെ സാമ്യമുള്ള വലിയ വലിപ്പമുള്ള ഒരു ജലജീവി. അതിന് മാംസം കട്ടിയുള്ളതായിരിക്കും അവർ വിശ്വസിക്കുന്നത്. അത് ബിസിനസ്സിനായി ചെറിയ പടകുകളിൽ പോകുന്നവരെ മറിച്ചിട്ട് ആളപായവും ഈ സാമഗ്രികളുടെ കാർഗവും നാശവും ഒക്കെ വരുത്തും, ഭയം ജനിപ്പിക്കും, പതിയിരിക്കും. ആമേൻ. അപ്പോ പക്ഷെ ഈ ലിവ്യാഥാനെ എന്ത് ചെയ്തു എന്നവർ വിശ്വസിക്കുക. കാറ്റ് വന്നു, ഭയം ജനിപ്പിക്കുന്ന ഈ ജന്തുവിന് വംശനാശം സംഭവിക്കുക. അതിനുശേഷം അവർ വിശ്വസിക്കും ഈ കട്ടിയുള്ള മാംസത്തെ കാടമാംസം പോലെ സോഫ്റ്റ് ആക്കി, മൃദുവാക്കി, കഠിനമായ ചില വിഷയങ്ങളെ മൃദുവാക്കാൻ തമ്പുരാന് കഴിയും. മാത്രമാണോ അവൻ ഗോഡ് പ്രൊവൈഡഡ് എ ഫ്രെയിം, ഒരു കാടയ്ക്കുള്ള അസ്ഥികൂടം പോലെ ഒരു ഫ്രെയിം. ചിലർ നാശം വരുന്നത് അവർക്കൊരു ഫ്രെയിം ഇല്ല, വിദ്യാഭ്യാസത്തിന് ഒരു ഫ്രെയിം ഇല്ല, കുടുംബ ബന്ധങ്ങൾക്ക് ഒരു ഫ്രെയിം ഇല്ല, ബിസിനസ്സിന് ഒരു ഫ്രെയിം ഇല്ല. ഈ പ്രൊവൈഡഡ് എ ഫ്രെയിം. മാത്രമല്ല അതിനെ സഞ്ചരിക്കാൻ ഗോഡ് ഗേവ് മൊബിലിറ്റി. ആമേൻ. ഉത്തരമായ ഒരു തത്സമയ ദാനമായി പറന്നു കാഠിന്യമുള്ള ചില വിഷയങ്ങളെ, ഭയം ജനിപ്പിക്കുന്ന ചില വിഷയങ്ങളെ, തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങളെ ആമേൻ ഉത്തരം നൽകി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷെ നിന്റെ കണ്ണുകൾ എങ്ങോട്ടായിരിക്കും? സൺഡേ സ്കൂളിലൊക്കെ കഥ കേട്ട് മനസ്സിൽ ഉറച്ച ഒരു സംഭവമുണ്ട്. യുദ്ധത്തിന്റെ കഥയൊക്കെ പിള്ളേർക്ക് വലിയ ഇഷ്ടമല്ലേ? ആമേൻ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തം 20 ഒരു ത്രിരാഷ്ട്ര സഖ്യം അവർ ചേർന്ന് വരികയാണ് യഹോശാഫാത്തിനെ ആക്രമിക്കാൻ. ഇല്ലയോ? അപ്പോ യഹോശാഫാത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, 2 ദിനവൃത്താന്തം 20:12, ഈ മഹാസേനയോട് എതിരിടാൻ ഞങ്ങൾക്ക് കെൽപ്പൊന്നുമില്ല. ബട്ട് അവർ ഐസ് ആർ അപ്പോൺ യു ലോർഡ്. ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ആവേശം കൊള്ളുന്നത് ആ വാക്യം വായിക്കുമ്പോൾ ഒന്നുമല്ല, അതിന്റെ അനന്തര ഫലം. 2 ദിനവൃത്താന്തം 20:22, 23 ചേർന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം? 22-ാം വാക്യം, God send angelic ambushers. നല്ലൊരു പരിഭാഷ. ദൈവം അമ്മോന്യർക്കും മോവാബ്യർക്കും മെയൂന്യർക്കും എതിരെ പതിയിരുപ്പുകാരെ വരുത്തി എന്നാണ് മലയാളത്തിൽ. അദൃശ്യമായ ദൂതഗണങ്ങളെ അടിച്ചമർത്താൻ അയച്ചു. നല്ല പരിഭാഷ. God send angelic ambushers. ദൈവജനത്തിന് എതിരെ ഏതൊക്കെ ആയുധങ്ങൾ പൊങ്ങിയോ അതൊക്കെ പിടിച്ച് താഴ്ത്തി. പക്ഷെ പയറ്റും കളരിയൊക്കെ അറിയാവുന്നവർക്കറിയാം, ഈ അടിയും കുത്തും വെട്ടും തുടങ്ങിയ ഒരു അംഗക്കലിയുണ്ട്. അതാണ് 23-ാം വാക്യത്തിൽ ഇവർ അംഗക്കലി കയറി തമ്മിൽ ഉന്മൂലനാശം വരുത്തി. When your eyes are upon your Lord. ആമേൻ. പ്രതികൂലങ്ങളെ തുടച്ചു നീക്കുവാൻ സാധിക്കും നിങ്ങൾ അറിയാത്ത വഴികളിലൂടെ.
ഹല്ലേലൂയ. Through unknown ways. ഹല്ലേലൂയ. അറിയാത്ത വഴികളിലൂടെ. സ്തോത്രം. അവസ്ഥകൾ ഏതുമാകട്ടെ. ആമേൻ. 41-ാം അധ്യായം യെശയ്യാവ് 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെയും വിവിധ സ്റ്റേജുകളാണ് നമ്മുടെ തകർച്ചയുടെയും ക്ഷീണത്തിന്റെയും. ആമേൻ. 41-10 യെശയ്യാവ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂട്ടുണ്ട്. ഭ്രമിക്കേണ്ടതല്ല, ഭ്രമിച്ചു നോക്കണ്ട. നിന്റെ കാഴ്ചപ്പാടുകളിൽ ഒരു കൺഫ്യൂഷൻ ആൻഡ് ഫിയർ. ആമേൻ. ഫിയർ പ്ലസ് കൺഫ്യൂഷൻ, ഭയവും ആശയക്കുഴപ്പവും ചേർന്നാൽ ഭ്രമിച്ചു പോകും. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. മാനുഷികമായ ഒരു രീതിയിലല്ല നിന്നെ നടത്തുകയും കൈകാര്യം ചെയ്യും. എന്നിട്ട് പറയാം 3 കാര്യങ്ങൾ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങും. ഹല്ലേലൂയ. അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരാഴ്ച കിടപ്പിലായി പോയി. ഇച്ചിരി പ്രോട്ടീൻ ഡ്രിങ്കും കഞ്ഞവെള്ളത്തിനകത്ത് ഗ്ലൂക്കോസ് ഇട്ടൊക്കെ കൊടുത്താൽ ഒരു സഹായം, ശക്തീകരണം. അല്ലയോ? ഇറ്റ് ഈസ് സ്ട്രെങ്തനിങ്. ശക്തീകരിച്ചാൽ എഴുന്നേറ്റ് പോകും. പക്ഷെ 1 മാസമായിട്ട് കിടക്കുന്നതിന് കഞ്ഞവെള്ളം കൊടുത്താൽ മതിയോ? പോരാ, ഒന്ന് പിടിക്കണം, അല്ലേ? പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കണം, സഹായിക്കണം. ആമേൻ. ഒരു സഹായം, ഒരു കൈത്താങ് വേണം. എന്നാലും 1 വർഷമായിട്ട് എല്ലാം ഒടിഞ്ഞു കിടക്കുന്ന ഒരുത്തന് കഞ്ഞവെള്ളം കൊടുത്തേച്ച് കയ്യെ പിടിച്ചാൽ ഒടിഞ്ഞ കയ്യിലിരിക്കും. ആമേൻ. അവനെ കൈ കൊണ്ട് കോരിയെടുക്കണം. ചിലർക്ക് ശക്തീകരണം മതി, ചിലർക്ക് സഹായം മതി, ചിലരെ താങ്ങിയെടുക്കണം. അത് കഥാവിനറിയാം. അതാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം വാക്യം. ആമേൻ. പൂച്ചം പറയാനല്ല, 2:32 യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു വാക്യം കൊണ്ട് വായിച്ച് ആമേൻ. സ്തോത്രം. അർത്ഥം പറഞ്ഞ് നിർത്തുക. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം. എങ്ങനെയാണ് സാധാരണ അവൻ നമ്മെ ജയാളികളാക്കുന്നത്? സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. 3:26. യഹോവ നിന്റെ ആശ്രയം, യഹോവ നിന്റെ ആശ്രയം ആയിരിക്കുമ്പോൾ. 3:26 പഴയ സൺഡേ സ്കൂൾ പാട്ടല്ലേ? നിൻ കാൽ കുടുങ്ങാതെ നിന്നെ കാവൽ ചെയ്തിടും. അതാണ് 3:26 സദൃശ്യവാക്യം. അവൻ യഹോവ നിന്റെ ആശ്രയം ആയിരിക്കുമ്പോൾ. ഹല്ലേലൂയ. If Lord Jesus is നിന്റെ ആശ്രയം, the Lord shall be your confidence. He will not allow you to be ensnared. കുടുങ്ങിപ്പോകാതെ കാക്കും. ഇന്ന് ദുരന്തമാകുന്നത് എന്താ? ഹല്ലേലൂയ. ചുവടുകളിൽ കുടുങ്ങിപ്പോകും, ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകും, ദുശീലങ്ങളിൽ കുടുങ്ങിപ്പോകും. ഹല്ലേലൂയ. എങ്ങനെ അതിജീവിക്കാം? ഞാൻ ഇതിന് ഒരു വിശദീകരണം, ഒരു ഉദാഹരണമൊക്കെ ഒന്ന് അന്വേഷിച്ചു. ഹല്ലേലൂയ. അപ്പൊ ചില പാട്ടുകൾ, കുട്ടിപ്പാട്ടുകൾ എൻ്റെ ഉള്ളിൽ വരും. 40-45 വർഷം മുമ്പൊക്കെ പഠിച്ച പാട്ടുകൾ നമ്മുടെ മനസ്സിൽ വരും. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും. ആമേൻ. എങ്ങനെയാണ് കുടുങ്ങിപ്പോകാതെ എൻ്റെ കർത്താവ് കാക്കുന്നത് എന്നതിന്റെ വിശദീകരണം. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതിയ ഒരു കുട്ടിപ്പാട്ടുണ്ട്. അത് 2-ലാണോ 3-ലാണോ പഠിച്ചതെന്ന് നിങ്ങളൊന്ന് ഓർത്താൽ കിട്ടും. നമ്മെ ഉത്തമഗീത പുസ്തകത്തിൽ ഉപമിച്ചിട്ടുണ്ട്. ഏതിനോടാണെന്നറിയാം? 2:14 പ്രാവ്. അശുദ്ധിയിൽ പോയിരിക്കാത്ത പ്രാവ് ഇണ വേർപെട്ടു പോയാൽ മറ്റു പ്രാവുകളോട് ഇടകലരാതെ കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന വിശുദ്ധിയുടെ പക്ഷിയായ പ്രാവ്. അപ്പൊ എന്റെ പ്രാവേ എന്ന് യേശുക്രിസ്തു സഭയെ വിളിക്കുന്ന ഭാഗം. അപ്പൊ ആ കുട്ടിപ്പാട്ട് പാടുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം മനസ്സിലാണ്. ഒരു വികൃതി ചെറുക്കൻ ഒരു കൂടുണ്ടാക്കി അത് തുറന്നു വച്ചിരിക്കുകയാണ്. അകത്ത് ഈ പക്ഷിയെ, പ്രാവിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ. പ്രാവിനെ കെണിവെച്ച് പിടിച്ചു വേണം അവന് ബാർബിക്യൂ അടിക്കാൻ. അതിനുവേണ്ടി അവനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ പ്രാവിന് ഒരു വിവേചനം അന്തരം കൊടുത്തിട്ടുണ്ട്. അകപ്പെടാതിരിക്കാൻ, കുടുങ്ങിപ്പോകാതിരിക്കാൻ, വീണുപോകാതിരിക്കാൻ, ദുരന്തമാകാതിരിക്കാൻ ആശ്രയിച്ച കർത്താവ് ആത്മരൂപത്തിൽ അകത്ത് വന്നിട്ടുണ്ട്. ഒരു ഡിസൈനിങ് വന്നു. അതുപോലെ പ്രാവും ഇതിൽ അകപ്പെടാതിരുന്നപ്പോ ഈ പാട്ടിലൂടെ അനൗൺസ്മെന്റ് ആണ്. പ്രാവേ പ്രാവേ പോകരുതേ
വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഇവൻ എന്തോ പറഞ്ഞു അമ്മേ. അപ്പൊ ഞാൻ ഉള്ളൂരിന്റെ സുവിശേഷം പറയുമ്പോൾ ഇവൻ പറയാ, അതെ പ്രാവേ, നീ നെല്ലും ഒക്കെ കൊത്തി ഇങ്ങനെ നടന്നാൽ മതിയോ? എരിവും പുളിയും ഒക്കെ വേണ്ടേ? പാലും പഴവും പോരെങ്കിൽ, അതായത് വചനമാകുന്ന പാലും ആത്മാവിന്റെ ഫലങ്ങളും പോരല്ലോ നിനക്ക്. അപ്പോ ഈ ധാന്യം പുഴുങ്ങിയാൽ എന്തോ കിട്ടും? ചോറ് കിട്ടൂല. ഇത് ഉള്ളതുപോലെ വിതയ്ക്കണം, ഉള്ളതുപോലെ. ഇത് പുഴുങ്ങി വിതയ്ക്കരുത്. ആമേൻ, സ്തോത്രം. എല്ലാം ശരി, അതിന്റെ കൂടെ ഇത് ശരിയാണെങ്കിൽ ആമേൻ, സ്തോത്രം, ഇതൊന്നും അല്ല ശരി, ഇതാണ് ശരി. ആമേൻ. വാനത്തിൻ കീഴേ ഭൂമി മീതെ വാനവനേശുവിൻ നാമമെന്നേ, രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. സുവിശേഷമുണ്ട്. അത് പറഞ്ഞതിന്റെ പേരിൽ ആരെയും ആമേൻ, സ്തോത്രം, ആമേൻ, അവൻ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവൻ ഭദ്രത നൽകിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ചുമതല തീരുന്നത് വരെ നിർത്തിയിട്ടുണ്ട്. ഇത് പറയാൻ ആ ചെണ്ടയും തൊണ്ടയും എടുത്ത് നമ്മുടെ അപ്പന്മാരും വല്യപ്പന്മാരും ഇറങ്ങിപ്പോയത് തെരുവുകളിലേക്ക്. ആരും ശത്രുക്കളല്ലായിരുന്നു. കാരണം സ്തോത്രം, അവർ സമൂഹത്തിന് സേവ ചെയ്ത നല്ല സാക്ഷ്യമുള്ള നീതിമാന്മാരായിരുന്നു. അപ്പൊ പറയാതെ പാലും പഴവും പോരാ, ചോറ്, പിന്നെ എരിവും പുളിയുള്ള ആമേൻ, സ്തോത്രം, കറി. വാ പ്രാവേ, നീ കേറ്, അകപ്പെടും. സ്തോത്രം. പ്രാവ് മറുപടി പറയാം, കൊള്ളാം കുഞ്ഞേ, നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. എനിക്ക് താഴെയുള്ള കെണികളിൽ അകപ്പെടാനല്ല എന്നെ വിളിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തക്കവണ്ണം എന്നെ ഉള്ളിൽ നിന്ന് നയിക്കുന്ന ഒരുവനുണ്ട്. കൊള്ളാം കുഞ്ഞേ, നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. പിശാചിന്റെ നിഴലായിട്ട് ഈ ചെറുക്കൻ നിൽക്കുക. ഒരു സഭയിൽ, CSI സഭയാകട്ടെ മർത്തോമാ സഭയാകട്ടെ, പിശാചിന് തൊഴിലില്ലായ്മ വേതനം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവൻ അവന്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത അടവാണ്. ആമേൻ. അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവും ഉണ്ടാമേ. ആമേൻ. വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. വേനൽക്കാലം ഉച്ച, പൊള്ളുന്ന ജീവിത സാഹചര്യമാണ്. നീ എന്തുകൊണ്ടാണ് നീ പൊള്ളുന്ന സാഹചര്യങ്ങൾ, വേർപാട്, നിന്ന, ഇല്ലായ്മ, കടഭാരം, രോഗപ്രയാസങ്ങൾ, പൊള്ളുന്ന ജീവിത സാഹചര്യങ്ങളിൽ എന്തിനാണ് നീ മാനം നോക്കി സഞ്ചരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവും ഉണ്ടാമേ. വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. തീർന്നില്ല. മൈൻഡ് ചെയ്യാത്തപ്പം ചീത്ത വിളിക്കാം പ്രാവിനെ. ചീത്ത വിളിക്കാം. പ്രാന്തപ്രാവേ പോകരുതേ, പക്ഷേ വഴിതെറ്റിപ്പോമേ. കൂട്ടിനാരു നിനക്കുള്ളൂ, കൂട്ടിൽ ചെന്നാൽ സുഖമല്ലേ. കേട്ടോ, പ്രാന്തപ്രാവേ പോകരുതേ, പക്ഷേ വഴി തെറ്റിപ്പോകുന്നു. ആമേൻ. ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും കാലാവസ്ഥ സൂക്ഷ്മറിഞ്ഞിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ മഞ്ഞുറഞ്ഞ സ്തോത്ര ഇടങ്ങളിലും പെരുങ്കടലിലും കുറുകെ പറന്നു വന്നിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് അതുങ്ങളെയും കൊണ്ട് സമുദ്രത്തിന് കുറുകെ തിരിച്ച് കൃത്യമായി പറക്കുന്ന പക്ഷികളെ നിയന്ത്രിക്കുന്നവനോ സ്തോത്രം. ആരാ കൂട്ടിൽ നിന്ന്? കൂട്ടിനാരു നിനക്കുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആരാ? പക്ഷേ വഴി തെറ്റിപ്പോകുന്നു. ചെറുകുരുവികൾ അർജന്റീനയിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ചിറക് തുഴഞ്ഞ് വന്ന് തിരിച്ചു പോകുന്നു. വഴി തെറ്റുന്നില്ല. GPS-ൽ. ഹല്ലേലൂയ, ആമേൻ. ലോർഡ് ഓഫ് മൈക്രോ പ്രിസിഷൻ, അതിസൂക്ഷ്മ കൃത്യതയോടെ കൂടെ ഇരുന്ന് വഴി നയിക്കുന്ന ഒരു കർത്താവ്. അറിയാം. അയ്യോ പ്രാന്തപ്രാവേ പോകരുതേ, പക്ഷേ വഴി തെറ്റിപ്പോമേ. കൂട്ടിനാരും നിനക്കുള്ളൂ. കൂട്ടിൽ ചെന്നാൽ സുഖമല്ലെന്ന്. ഞാൻ ഒരുക്കിയ പാപത്തിന്റെ കെണിയിൽ വീണാൽ ഒരു തൽക്കാല സുഖമൊക്കെ ഇല്ലെന്ന് ചോദിക്കുന്നു.
ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആമേൻ, അതിന്റെ മറുപടി മനോഹരമാണ്. ആമേൻ. ഉള്ളൂരാ എഴുതിയത്. അതുകൊണ്ട് ഉള്ളൂര് പ്രാവിനെ കൊണ്ട് തിരിച്ചു ഒരു ചീത്ത വിളിക്കുന്നുണ്ട്. പ്രാന്ത കുഞ്ഞെ, സർവേശൻ പാവങ്ങൾക്കൊരു തുണയല്ലേ, ആ വൃക്ഷക്കൊമ്പെന്നുട വീട് ആയതിലെത്തും അരഞ്ഞൊടിയിൽ. അങ്ങനെ ആ കവിത തീരുന്നു. ഹല്ലേലൂയ, ആമേൻ. പ്രാന്തക്കുഞ്ഞെ, സർവേശൻ പാവങ്ങൾക്ക് തുണയാണ്. ഹല്ലേലൂയ. ആരുമില്ലാത്തവർക്ക് എല്ലാമായി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഒരു മാനുഷികരം കൂടെ താങ്ങാനില്ലാതെ വരുമ്പോൾ, ആലോചന തരാതെ ഇരിക്കുമ്പോൾ, ആമേൻ, തമ്പുരാൻ വന്ന് വാതിൽ തുറന്ന് കരം പിടിച്ച് നടത്തിക്കൂടെ. ഹല്ലേലൂയ. നാം പോലും അറിയാതെ സമസ്ത ജീവകോശങ്ങൾക്കുമേൽ അവൻ സ്പർശിച്ച് അത്ഭുതം കൽപ്പിച്ച് അത്ഭുതം ചെയ്യാൻ കെൽപ്പുള്ള കർത്താവ്. ചികിത്സയ്ക്ക് ജനമില്ലെങ്കിൽ സമ്പൂർണ്ണ സൗഖ്യം അതില്ലാതെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. പറയുക, പ്രാന്തക്കുഞ്ഞെ, സർവേശൻ പാവങ്ങൾക്കൊരു തുണയല്ലേ, ആ വൃക്ഷക്കൊമ്പ്. ഹല്ലേലൂയ. ഒരാകാശമരമുണ്ട്. ആ വൃക്ഷക്കൊമ്പെന്നുടെ വീട് ആയതിലെത്തും അരഞ്ഞൊടിയിൽ. ഒരു ഞൊടി 2 ചിറകടി. ആമേൻ. മണ്ണുകൊണ്ടുള്ള ശരീരത്തെ ആത്മശരീരിയാക്കി തേജസ്സിലേക്ക് വിളിക്കുവാൻ, ആമേൻ, വിശ്വസ്തനായ എന്റെ തമ്പുരാൻ ക്രമീകരണം. അതുവരെ തലമുറയായി നടത്തുകയും വരുന്ന തിരിച്ചടികളിൽ പരിഹാരം കൽപ്പിക്കുകയും, നീ ലജ്ജപ്പെടാതെ നിന്റെ ദൈവം എവിടെ എന്ന് ശത്രു ചോദിപ്പാൻ ഇട നൽകാതെ തത്സമയ ദാനങ്ങളും മറുപടിയും നൽകി മാനിക്കുകയും ചെയ്യുന്ന തമ്പുരാനുണ്ട്. പക്ഷേ അവനെ ഭരണകർത്താവായി ഇന്ന് രാത്രി സ്വീകരിക്കാം. ഹല്ലേലൂയ. റോമാലേഖനം 10:9 വരികയാണ്. യേശുവിനെ കർത്താവൻ വായ് കൊണ്ട് കള്ളം പറയില്ല. അവൻ സൃഷ്ടികർത്താവ്, അവൻ ഭരണകർത്താവ്, അവൻ പരിഷ്കർത്താവ്. അതിന്റെ 3-ാമത്തെ പകുതിയിലേക്ക് വരിക. പരിഷ്കർത്താവ്. He has to reform you. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ, ആമേൻ, നിങ്ങൾക്ക്, ആമേൻ, ഞാൻ ഈ വിഷയം എന്നെ ഒത്തിരി സ്വാധീനിച്ചതാണ്. ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ഭാഷയല്ല, വംശമല്ല, വർഗമല്ല. ആമേൻ, സ്തോത്രം. ഞാൻ ആയിരിക്കുന്നു, ആരായിരിക്കുന്നു എന്നതിന്റെ തിരിച്ചറിവ് ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്. ഹല്ലേലൂയ. അതെനിക്ക് വിലയേറിയതാണ്. ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി എനിക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യനെ സ്നേഹിക്കണം. അപ്പോൾ ഇത് നാം പങ്കുവയ്ക്കും, സുവിശേഷം പങ്കുവയ്ക്കും. കർത്താവിന്റെ ജീവിതത്തിന്റെ ചുവടുകളും മുൻഗണനകളും എന്ന് രാത്രികാലം ക്രമീകരിക്കുക. അറിയാത്ത വഴികളിലൂടെ ഉയർത്തുവാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. ആമേൻ. അവൻ എന്റെ കർത്താവ്. തീർന്നില്ല. ആമേൻ. റോമാലേഖനം 10:9 യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട്. ആമേൻ, സ്തോത്രം. ഫ്രം യുവർ ഇൻമോസ്റ്റ് ബീയിങ്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എന്റെ കർത്താവ് പോയ ഒരു വഴിയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ വഴി. ഹല്ലേലൂയ. അതേ വഴി ഞാൻ പോകും എന്ന് ഹൃദയത്തിന്റെ ആഴം കൊണ്ട് വിശ്വസിച്ചു. ആമേൻ. മുങ്ങുന്ന കപ്പലെ പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇത് മുങ്ങുന്ന ഒരു കപ്പലായി ശരീരം. ആമേൻ, സ്തോത്രം. ഇതിൽ വാർദ്ധക്യം യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മള് വലിയ ഇടിക്കാരൻ മുഹമ്മദ് അലിയുടെ അവസാന നാളുകളിലെ ആ വീഡിയോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. സാക്കിർ ഹുസൈൻ തബല അടിക്കുന്നത് പോലെ കൈവിറയ്ക്കും. കരുത്തനായി അനേരിടിച്ച് താഴെ ഇട്ടതാണ്. സ്തോത്രം. ഇതിന്റെ ആമേൻ, ഈ ശരീരം ക്ഷയിക്കുന്ന ഒരു ശരീരമാണ്. അക്ഷയമായ ഒരു ശരീരത്തിലേക്ക് അനേക വഴിയുള്ള യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് അവന്റെ സുവിശേഷം സാക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഇതുപോലൊരു രാത്രി അല്ലെങ്കിൽ പകലും മേഘങ്ങളിൽ വരും. ആമേൻ. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. ഹല്ലേലൂയ, സ്തോത്രം. നഷ്ടപ്പെട്ടു എന്ന് പലരും കരുതി വെച്ച ആമേൻ കർത്താവിന്റെ സാക്ഷികൾ അവർ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കും. നാം അവരോട് ചേർന്ന് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. രാത്രിക്കാലം, ഈ മൺമയവാസകാലം, ആമേൻ, മഹാവ്യാധികളുടെ കാലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അറിയാമല്ലോ, ചൈനയിൽ നിന്നൊക്കെ വൈറസ് വരുന്നെന്നാ പറഞ്ഞ, അതിനു മുമ്പേ ഇവിടെ ഉണ്ടത്. ഹല്ലേലൂയ. കുടഞ്ഞിട്ട് ചുമക്കുന്ന ആ വൈറസ് ഒക്കെ ഇവിടെ ഉണ്ട്. മഹാവ്യാധിക്കാലം. ആമേൻ, സ്തോത്രം. മുമ്പോട്ട് പോകുമ്പോൾ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ വക എന്ന് രാത്രികാലം. ആമേൻ. യേശു ക്രിസ്തുവിന്റെ കർത്താവ് അവൻ എന്റെ ആമേൻ
സൃഷ്ടികർത്താവാകയാൽ അവൻ എന്റെ ശരീരത്തെ സൗഖ്യം നൽകി പരിഹരിക്കാൻ സാധിക്കും. അവൻ ഇരുട്ടെന്നെ കീഴടക്കാതെ എന്നെ ഭരിപ്പാൻ യേശുക്രിസ്തു എന്റെ ഭരണകർത്താവ്. പക്ഷെ എന്റെ ജീവിതത്തെ ഞാനൊന്ന് അടുക്കിയെടുക്കുകയാണ്. എന്റെ സംസാരം, എന്റെ ബന്ധങ്ങൾ, എന്റെ സമയം ചെലവഴിക്കുന്ന രീതി, അവിടുന്ന് എന്റെ പരിഷ്കർത്താവ്. ഹല്ലേലൂയ. ഞാനിവിടെ സ്ഥിരമായി ജീവിക്കാൻ വന്നതല്ല. ആമേൻ. എനിക്ക് പോകാനൊരു ഇടമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കാൽ കുടുങ്ങി പോകാതെ വണ്ണം എന്നെ നടത്തുന്ന യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഇതാ കർത്താവെ, എന്നെ ഭരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുവായ കർത്താവ്. ഇനി എനിക്ക് എന്റെ തീരുമാനങ്ങളല്ല, എന്റെ വ്യാകുലങ്ങളിൽ ഞാൻ തീരുകയില്ല. എന്നെ താങ്ങുവാൻ, എന്നെ സഹായിപ്പാൻ, എന്നെ ശക്തീകരിപ്പാൻ ഒരു കർത്താവുണ്ട് എന്ന ബോധ്യമുള്ളവർ സമർപ്പണത്തിനായി ആയിരിക്കുന്നവരിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്ക് നിസ്സഹായരായി പോകുന്നവരാ, ഒറ്റയ്ക്ക് ആമേൻ സ്തോത്രം കണ്ണു നിറഞ്ഞു പോകുന്നവരാ, ആമേൻ ഒറ്റയ്ക്ക് ദുർബലരായി പോകുന്നവരാ. പക്ഷേ ആമേൻ സ്തോത്രം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു തമ്പുരാനുള്ളതിനായി നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ഏൽപ്പിക്കുന്നു. ആമേൻ. കർത്താവെ, എന്നെയും എന്റെ ഭവനത്തെയും ഞങ്ങളുടെ തലമുറകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും വിശ്വാസത്താൽ ഒരു കൈക്കുഞ്ഞിനെ എടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നത് പോലെ വിശ്വാസത്താൽ എന്റെ തലമുറ, എന്റെ കൊച്ചുമക്കളെ ഞാൻ എടുത്ത് കർത്താവായ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവിടുത്തെ കരങ്ങളിൽ നിന്ന് പരാജയത്തിനായി ആർക്കും പിടിച്ചു വരുവാൻ അവിടുന്ന് സമ്മതിക്കാത്തതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടി എടുത്തണച്ചു. തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായ കർത്താവിന്റെ നാമം ചേർന്ന് വാഴ്ത്തുമേ എന്റെ പ്രിയന്റെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ശേഷിപ്പിച്ച അവന് നിങ്ങളെ കൊണ്ട് ചില ശുശ്രൂഷകളുണ്ട്, അവന്റെ ഹിതമുണ്ട്. ഹല്ലേലൂയ. അത് പൂർത്തീകരിപ്പാൻ അവന്റെ കൃപയും ധാരാളമായിട്ടുണ്ട്. തിരുഹിതമീഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമീഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ തിരുവേദയെ തികച്ചും കൊണ്ട് തിരുസന്നിധി തിരുവാൻ. തിരുവേദയെ തികച്ചും കൊണ്ട് തിരുസന്നിധി നേടുവാൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ രാത്രികാലം ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ, ഞങ്ങളുടെ ചുമതലകളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നവ. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും അനുഗ്രഹിക്കുന്നവൻ, ഞങ്ങളുടെ കാൽ കുടുങ്ങാതെ കാക്കുന്നവൻ, ഞങ്ങളുടെ തലമുറകളുടെ ചുവടുകൾ തെറ്റാതെ അവിടുന്ന് ചുവടുകളെ നിയമിക്കുന്നവൻ, അവൻ അന്ധകാരം കീഴടക്കാതെ അവൻ ഞങ്ങൾക്ക് മുകളിൽ ഉണർന്നിരിക്കുന്നവൻ, ഞങ്ങളെ ഭദ്രത നൽകി ആശീർവദിക്കുന്നവൻ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കട്ടെ കർത്താവേ. മഹാവ്യാധി കാലങ്ങളിൽ ഞങ്ങൾ വീണു പോകാതെ ഞങ്ങളുടെ ചുമതലകൾ തീരും വരെ അവിടുന്ന് ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. മയക്കുമരുന്നുകളുടെ കാലം, ആമേൻ. മനുഷ്യനിർമ്മിതമായ വാഹനങ്ങളാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പെരുകുന്ന കാലം, ഹല്ലേലൂയ. ഞങ്ങളുടെ പുറമേയുള്ള യാത്രകൾ, ഞങ്ങളുടെ തലമുറകളുടെ വഴികൾ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യം തത്സമയത്ത് ആമേൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങൾ നിങ്ങളുടെ തലമുറകളോടുള്ള ബാധ്യത, സുവിശേഷത്തിന്റെ കടം ആമേൻ ഇന്ന് രാത്രികാലം മുതൽ വാഴ്ചയോടെ പൂർത്തീകരിക്കാൻ
സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി, ഹല്ലേലൂയ, അവനെ പരിഷ്കർത്താവായി, ആമേൻ, സ്തോത്രം, ആമേൻ, സ്വീകരിച്ച് ജയത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കും. ഏതെങ്കിലും വിഗ്രഹശക്തികൾ, ക്ഷുദ്രശക്തികൾ, അന്ധകാര ശക്തികൾ, ദുശീലത്തിന്റെ ബന്ധനങ്ങൾ, തെറ്റായ വ്യക്തികളുടെ സ്വാധീനങ്ങൾ, ആമേൻ, സ്തോത്രം, ഖണികൾ ഏതെങ്കിലും വ്യക്തികളെ തകർത്തിട്ടുണ്ടോ, ക്ഷയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, പച്ചപ്പുഴവും തുള്ളനും അവൻ വെട്ടിലും അവൻ വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം തരുന്ന കർത്താവ് നൽകി മാനിക്കണേ, മറുപടി നൽകി ബലപ്പെടുത്തി സഹായിച്ചു മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കും. വരവിനായി ഒരുക്കണേ കർത്താവേ. കണ്ണികളിൽ അകപ്പെടാതെ, പാപങ്ങൾക്ക് അകപ്പെടാതെ, ദുശീലങ്ങൾക്ക് അകപ്പെടാതെ തലമുറയായി വരുവോളം ഞങ്ങളെ നടത്തണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ആശ്രയവും യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ.